അതെ, ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അപ്പം കാണാം റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ബെസ്റ്റി, പിന്നെ ഇപ്പോൾ ഒരു പുതിയ സാധനം ഉണ്ടല്ലോ കൂക്കി. ഇതൊക്കെ എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. ഇതിനെ പറ്റിയൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാലേ രക്ഷയുള്ളൂ. ബാ, നമുക്കൊരു കോളേജിൽ പോയി ഇവരോട് ചോദിക്കാം ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ എന്താണെന്ന്. ഡൗട്ടാണേ, ക്ലിയർ ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. പായോ നിങ്ങൾക്ക് ബെസ്റ്റി ഉണ്ടോ? ബെസ്റ്റി ഇല്ല? ഉണ്ടോ? എന്താണ് എനിക്കൊരു കൺഫ്യൂഷൻ. ബെസ്റ്റി ഇല്ല. എന്തുകൊണ്ടാ ബെസ്റ്റി ഇഷ്ടമില്ലാത്ത? കിട്ടിയില്ല. നീ വെയിറ്റിംഗിലാണ്. ഇവരൊന്നും അതിന് ക്വാളിഫൈഡ് അല്ല. കാരണം എന്താ? നമുക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഇല്ല. ഇന്നലെ വരുന്നത് അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇന്നലെ വരുന്നത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനെയല്ല. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾക്കൊന്നും അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. പിന്നെ നല്ല സുഹൃത്തുക്കളാണ്. ബെസ്റ്റി ആക്കാൻ പറ്റത്തില്ല. നോട്ട് ദ പോയിന്റ്, ചാൻസ് ഉണ്ട്. ബെസ്റ്റി ആക്കിയുള്ള ഗുണങ്ങൾ എന്താണ്? ഒരു ബെസ്റ്റി കിട്ടിയ എന്താണ് ഗുണം? ബെസ്റ്റ് എന്ന് വെച്ചാൽ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും ഉണ്ട്. എന്നാൽ നല്ലൊരു ഫ്രണ്ട്, നമുക്ക് എല്ലാത്തിനും ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ബെസ്റ്റ്, അങ്ങനത്തെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനോട് താല്പര്യമുണ്ട്, മറ്റേതിനോട് അങ്ങനെ താല്പര്യമില്ല. ഒരു പേര് എനിക്കെന്തോ ഇഷ്ടമല്ല. കാരണം ഇടയ്ക്കൊരു TV ചാനലൊക്കെ വന്നിട്ട് ഇങ്ങനെ ആ ഒരു പേരിനെ മോശമാക്കിക്കൊണ്ട് ഇടയ്ക്കൊരു ചാനലിൽ വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം ബെസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇഷ്ടമല്ല. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കോൺസെപ്റ്റാണ് ബെസ്റ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം തോട്ട്സുമായിട്ട് നടക്കുന്നവരായിരിക്കും ബെസ്റ്റി കോൺസെപ്റ്റിലേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് താങ്കളുടെ ബോയ് ഫ്രണ്ട് ഒരു ബെസ്റ്റ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് അതെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പിനേക്കാളും വാല്യൂ അവരാ ബെസ്റ്റിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കത് പേഴ്സണലി യോജിപ്പില്ല. ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഓക്കെ, പക്ഷേ ഇപ്പം അറിയാലോ ബെസ്റ്റി എന്നൊക്കെ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരിക്കത്തില്ല. ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ബെസ്റ്റി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉള്ളത്. സോ എനിക്ക് ബെസ്റ്റി എന്നുള്ള വാക്ക് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലോ ഓക്കെയാണ് ഫ്രണ്ട്ഷിപ്പ്. അതിനപ്പോൾ ലിമിറ്റ് അപ്പം എങ്ങനെ വയ്ക്കും? ലിമിറ്റ് എന്നല്ല, ഒരു പർട്ടിക്കുലർ പേഴ്സണെ നമ്മളിപ്പോൾ ബെസ്റ്റി ആയിട്ട് കാണും. ഇപ്പം എനിക്കിപ്പോൾ ഒരു ബെസ്റ്റി ഒരു ബോയ് ആണുള്ളെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം, എല്ലാം ഓക്കെ. പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതൽ നമ്മൾ ആ ഒരു രീതിയിൽ ബെസ്റ്റീനെ കാണാതിരിക്കാൻ മാക്സിമം നോക്കാം. ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ പോകണം. ഫ്രണ്ട്ഷിപ്പിന് ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷേ ലിമിറ്റ് എന്നല്ല പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഓക്കെ, എനിക്ക് മനസ്സിലായി. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും അതിനകത്ത് വരാൻ പാടില്ല. എനിക്ക് തേപ്പ് ഇട്ടിട്ടില്ലേ? നീ ആരെയും പ്രപ്പോസ് ചെയ്തിട്ടില്ല? ആ, ഈ കോളേജിലാണോ? എന്നിട്ട് നിഷ്കരണം നിന്നെ തള്ളിക്കളഞ്ഞോ? ഈ ഒരെണ്ണം മാത്രമേ ട്രൈ ചെയ്തുള്ളൂ? എന്താ ഇവർക്ക് റീൽസ് ഒക്കെ എടുത്തു കൊടുത്ത്? എന്ത് വിധി ഇത്? പഠിക്കാനുള്ള തിരക്ക്, സ്പോർട്സ് പഠിക്കണം, റീൽസ് എടുക്കണം, 4 സപ്ലി, പിന്നെന്ത് പഠിത്തണം? അലമ്പരുത് കേട്ടോ. അതല്ലേ ഈ പഠിക്കണ്ട, അത് എഴുതിയെടുക്കണ്ടേ? നമ്പർ കൂട്ടി പറയരുത്. ഗേൾ ഫ്രണ്ട് കൂട്ടി പറഞ്ഞാലും പ്രശ്നമില്ല. ബെസ്റ്റി ആകുന്നതിനോടൊപ്പമില്ല, നല്ല സൗഹൃദങ്ങൾ ഇപ്പൊ എനിക്കും ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ സൗഹൃദങ്ങളും റിലേഷനും രണ്ടാന്ന് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള പൊട്ടിപ്പോയത് ആ കഥ എങ്ങനെയായിരുന്നു? ഇപ്പം ഒരാളുണ്ടെങ്കിൽ നമ്മൾ അയാൾ തന്നെ നിൽക്കണം, അല്ലാതെ അതിന്റെ ഇടയിൽ കൂടെ വേറെ പരിപാടി വരാൻ പാടില്ല. അതെ, ബെസ്റ്റ് അല്ല. എന്താ പറയാ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതിന്റെ അടിയിൽ കൂടെ വേറെ നോക്കുന്നത് അത് ശരിയാണോ? നമ്മളോട് ഒരു സമയത്ത് രണ്ട് റിലേഷൻഷിപ്പ് അത് പാടില്ല. അത് പോയിന്റ് ആണ്. ബെസ്റ്റി ആണോ നല്ലത്, കമ്മിറ്റ്മെന്റ് ആണോ നല്ലത്? കമ്മിറ്റ്മെന്റ് ആണ് നല്ലത്. എന്തിനാണ് ബെസ്റ്റി സെറ്റപ്പ്? ബെസ്റ്റി എന്താണ് പ്രശ്നം? എന്താ അതിനകത്ത് പ്രശ്നം ഇല്ലാത്ത? അതാണ്, ഇറ്റ് മീൻസ് നിങ്ങളൊരു റിലേഷൻഷിപ്പ് ടൈപ്പിൽ പോവാന്നുണ്ടെങ്കിൽ അതിന് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൂടെ? എന്തിനാണ് ബെസ്റ്റി എന്ന് പറയുന്നത്? അതിന് ബെസ്റ്റി ടൈപ്പിനോട് പൊതുവെ പല അഭിപ്രായങ്ങളാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ? ഒന്ന് മറ്റേ അതിനോടൊരു നെഗറ്റീവ് ചായ്വ്, കാരണം അതൊരു സിറ്റുവേഷൻഷിപ്പിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ളതും. മറ്റത് അത് നല്ലതാണ്, ഒരു ചെറിയ കാലയളവിലേക്കുള്ള ഒരു സന്തോഷം എന്ന രീതിയിൽ. അപ്പൊ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാനോ? ഇല്ല.
ഭയങ്കര ബൂമായിട്ട് നിൽക്കുന്ന സംഭവമാണ് പൂക്കി, ബെസ്റ്റ് ഫ്രണ്ട്, റിലേഷൻഷിപ്പ് എല്ലാം. എന്താണ് ഇതിനെ പറ്റിയൊരു അഭിപ്രായം? നമുക്ക് ആദ്യം പൂക്കി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ആ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആ ഒരു ഇത് ഇഷ്ടമാണ്. ഓക്കെ, ബെസ്റ്റി അത്ര നല്ല ബെസ്റ്റിയോട് താല്പര്യമില്ല, കുഴപ്പമില്ല. കമ്മിറ്റ്മെൻറ്റോ? കമ്മിറ്റ്മെന്റ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ലാസ്റ്റ് കരയും. എത്ര വട്ടം കരഞ്ഞു? ഒരു പ്രാവശ്യം കരഞ്ഞു. വല്ലാത്ത കരച്ചില്ലേ എപ്പോഴും? ബെസ്റ്റിയെ പറ്റി താല്പര്യമില്ല. ശരി, റിലേഷൻഷിപ്പോ? അതും താല്പര്യമില്ല. അതും താല്പര്യമില്ല. ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ആ, എന്താ ഇന്നത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റാത്തെ? നമ്മുടെ ചുറ്റും കാണുന്നതാണല്ലോ നമ്മുടെ ഫ്രണ്ട്സ്. പേടിയാണോ ഇപ്പോൾ റിലേഷൻഷിപ്പിലാവാൻ? ആണ് സത്യമായിട്ട് പേടിയാണ്. അപ്പോൾ കല്യാണമൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു പേടിയാണല്ലേ? അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? അന്നേരം നല്ല ചിന്തിച്ച്. അപ്പോൾ ഇപ്പം ചിന്തിച്ചൂടെ? ഇപ്പം എനിക്ക് പേടിയാണ്, നല്ല പേടിയാണ്. വീട്ടുകാരെയാണ് പേടി? ആ, വീട്ടുകാരെ ധിക്കരിച്ച് ചെയ്യാനൊരു ചെറിയ പേടിയുണ്ട്. ഒരാളുടെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നേരം ആദ്യം വീട്ടുകാരെ ആലോചിക്കും. ആളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ടോ? കൂടുതൽ വേണ്ട. ഒരാൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിന്? ഇല്ല, അത് ഒരിക്കലും പറ്റത്തില്ല. എന്താ? എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവൻ ഇടയ്ക്ക് എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്കും ഇഷ്ടമൊക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പേടിയാ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ നല്ല ബോണ്ടായിരുന്നു, എപ്പോഴും വിളിക്കും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. പക്ഷേ അതിനുശേഷം പഴയ പോലുള്ളൊരു ആ ഒരു ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തോ അതോ അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തോ? ഇല്ല, ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ സ്വയം ഒരു പ്രിക്കോഷൻ എടുത്തു. പക്ഷെ പിന്നീട് ഒരു കുറേ നാൾ പിന്നെ മെസ്സേജ് ഒന്നും ഇല്ലായിരുന്നു, കോണ്ടാക്ട് ഒന്നുമില്ല. പിന്നെ അവൻ പുറത്ത് പഠിക്കാൻ പോയി, ഞാൻ ഇങ്ങോട്ട് പഠിക്കാൻ വന്നു. പിന്നെ കോളില്ല, മെസ്സേജ് ഇല്ല, പിന്നെ ഒരു സ്ട്രേഞ്ചറിനെ പോലെ. ഫ്യൂച്ചറിൽ തിരിച്ചു വന്ന് ഇതെല്ലാം സെറ്റായാൽ ഓക്കെ പറയൂ വീട്ടുകാർ? ഓക്കെ ആണെങ്കിൽ അപ്പോൾ ഇതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. നമുക്ക് പുള്ളിയെ വിളിച്ച് ഐ ലവ് യു. പുള്ളി വേണ്ട, ശരി വേണ്ട, എന്നാൽ നമുക്ക് വേറെ ആരെങ്കിലും വിളിച്ചെന്ന് നമുക്ക് ഐ ലവ് യു പറഞ്ഞാലോ? ഐ ലവ് യു പറയാൻ ഇഷ്ടമുള്ളവർ വിളിച്ചു ഐ ലവ് യു എന്തായാലും നല്ല കാര്യമല്ലേ? ഫ്രണ്ട്സ് തമ്മിൽ ഐ ലവ് യു പറയാലോ. ഇത് എൻഗേജ്ഡ് ആയിട്ടുള്ള ആളാണോ? ഓൾറെഡി കമ്മിറ്റഡ് ആയി ബിസി ആയിട്ടിരിക്കുന്ന ആളെ വിളിച്ചിട്ടാണ് ഐ ലവ് യു പറയുന്നത്? ആ ശരി. എത്ര പേരുണ്ട് ഈ ലിസ്റ്റിൽ? അല്ല, ഇത് ജസ്റ്റ് ഒരു ഫ്രണ്ടാണ്, പറഞ്ഞു നോക്കാം എങ്ങനെ എടുക്കും. ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടോ എങ്ങനെ എടുക്കുമെന്ന് അറിയാൻ? അങ്ങനല്ല, റെസ്പോണ്ട് ചെയ്യാൻ പോലും ഇല്ലാത്ത മനുഷ്യനാണോ വിളിച്ച് ഐ ലവ് യു പറയാൻ പോകുന്നത്? ശരിയാവില്ല, ഞാൻ വിളിച്ചാരും എടുക്കൂല. ഇത് എനിക്ക് പറ്റിയ പണിയല്ലാന്ന്. എന്താ തിരിച്ചു വിളിക്കുന്നോ? ആ എടുക്ക്. അല്ലൊരു വേറെ ഇതെന്റെ ഫ്രണ്ടാ, ഞാൻ വിളിച്ച ആളല്ല. ഇവിടെ ഐ ലവ് യു പറയുന്നു? അത് ഓൾറെഡി കമ്മിറ്റഡ് ആണ്. വേണ്ട, ചിലപ്പോൾ ഇനി റിലേഷൻ ബ്രേക്ക് ആയി പോയാലോ? വേണമെങ്കിൽ പ്രാങ്ക് എന്ന് പറയാം. നമുക്ക് എന്ത് പറയാൻ നോക്കാം. ഹലോ, അല്ലല്ല, ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. എനിക്ക് നിന്നെ ഇഷ്ടം. ഐ ലവ് യു. എടാ റിപ്ലൈ താടാ. എടാ ഒരു റിപ്ലൈ താ. ഇത്രയും ദുരന്ത ഫ്രണ്ടാണുള്ളൂ. അത് വേറെ അത്യാവശ്യത്തിന് വിളിച്ചതാ. എന്തായാലും നല്ല ഫ്രണ്ട്സ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഫോൺ എടുക്കത്തില്ല, അല്ലെങ്കിൽ ബിസി, കട്ട് ചെയ്ത് കളയാ. ഓൾ ദ ബെസ്റ്റ്.